ജി സുധാകരനെതിരെ ജില്ലാ നേതൃത്വത്തിന്റെ പ്രതിഷേധം നാളെ മുതൽ ഒരുപക്ഷേ വളരെ ശക്തമാകുമ്പോൾ, കൂടുതൽ ശക്തമാകുമ്പോൾ CPM സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് എന്താകുമെന്നതിൽ ഏവർക്കും ആകാംക്ഷയുണ്ട്. അതേസമയം അഴിമതി തൊട്ടു തീണ്ടിയിട്ട് പോലുമില്ലാത്ത ജി സുധാകരനെ പോലുള്ള ഒരു നേതാവിനെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു പാർട്ടിയായി മാറി എന്നതടക്കം നിരവധി ചോദ്യങ്ങൾക്ക് ഒരുപക്ഷേ നേതൃത്വം മറുപടി പറയേണ്ടി വരും. അൻഫിൽ ഡിസൂസ ചേരുകയാണ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. അൻഫിൽ, താൻ കമ്മ്യൂണിസ്റ്റ് ആദർശങ്ങൾ ഒരിക്കലും കൈവിടില്ല, പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയോ സർക്കാരിനെയോ ഒന്നും കുറ്റം പറയാതെ സ്വതന്ത്രനായി പാർട്ടിയുടെ തലവേദന കുറയ്ക്കാനായി പുറത്തേക്ക് വന്നു. സ്വതന്ത്രനായി നിൽക്കുമെന്ന പ്രഖ്യാപനം വരുമ്പോൾ ഒരുപക്ഷെ കോൺഗ്രസ് തന്നെ കൂടുതൽ കൺഫ്യൂഷനിലാണ്. കൃത്യമായൊരു നിലപാട് സുധാകരൻ ഇനിയും പറയുന്നില്ല എന്നത് അതിനേക്കാളൊക്കെ ആകാംക്ഷയാണ്. ഒരുപക്ഷെ VD സതീശൻ സൂചിപ്പിച്ചതുപോലെ അഴിമതി തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത അല്ലെങ്കിൽ കറകളഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ എന്തുകൊണ്ട് CPM എന്ന പാർട്ടിക്ക് ഉൾക്കൊള്ളാൻ കഴിയാതെ മാറി? ഇതടക്കം നിരവധി ചോദ്യങ്ങൾക്ക് ഒരുപക്ഷേ മറുപടി നൽകേണ്ടതുണ്ട്. സ്വപ്ന, തീർച്ചയായും ഇപ്പോൾ ജി സുധാകരനെതിരെ പ്രാദേശിക ഘടകങ്ങൾ, അതായത് ആലപ്പുഴയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉടലെടുത്തിരിക്കുന്നത്. ഇപ്പോൾ തന്നെ പ്രകടനങ്ങൾ പല ഭാഗത്തും തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നത്. നാളെ ആകുമ്പോൾ അത് വലിയ രീതിയിൽ ശക്തമായ പ്രകടനങ്ങളായി മാറും. ആ ആലപ്പുഴയിൽ ഉണ്ടാകുന്നത് വെറും ഒരു വൈകാരിക പ്രകടനം മാത്രമായി CPMന്റെ സംസ്ഥാന ഘടകത്തിന് എത്ര കണ്ട് നോക്കി നിൽക്കാനാകുമെന്നൊരു ചോദ്യമാണ് ഉയരുന്നത്. മാത്രവുമല്ല, ഈ പ്രാദേശിക ഘടകത്തിൽ നിന്നുണ്ടാകുന്ന വികാരങ്ങളൊക്കെ തന്നെയും അതിനെ അവഗണിച്ചിന് മുന്നോട്ട് പോകുമോ, അതോ അവർക്ക് അത്തരത്തിലുള്ള പ്രകടനങ്ങളൊക്കെ അവസാനിപ്പിക്കാൻ ഒരു മുന്നറിയിപ്പ് നൽകുമോ, അതോ ഈ പ്രാദേശിക ഘടകത്തിന്റെ വികാരങ്ങളെ അതേ മുഖവിലേക്ക് എടുത്തുകൊണ്ടൊരു കടുത്ത നടപടിയിലേക്കോ തീരുമാനത്തിലേക്കോ നിലപാട് ഏത് രീതിയിലാകും CPM വ്യക്തമാക്കുക എന്നുള്ളതൊക്കെയാണ് ഇനി നാളെ മുതൽ അറിയാൻ പോകുന്നത്. കാരണം ഈ ഒരു വിഷയത്തിൽ ഇതുവരെയും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോ പ്രതികരിച്ചിട്ടില്ല എന്നത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു വിഷയം തന്നെയാണ്. കാരണം ഇവരുടെ നിലപാടുകൾക്കാണ് ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ജി സുധാകരനെ ചുറ്റിപ്പറ്റി ഇവരുടെ മറുപടികൾ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന മറുപടികളാണ് ഇനി ഉണ്ടാവുക. അതേസമയം ജി സുധാകരനാകട്ടെ ഇന്ന് വാർത്താസമ്മേളനം നടത്തുമ്പോഴൊക്കെ തന്നെ അദ്ദേഹത്തിന് ഒരു കരുതലുണ്ടായിരുന്നു. കാരണം അദ്ദേഹം താൻ അവസാനം വരെയും പാർട്ടിയുടെ അനുഭാവിയായി തന്നെ തുടരുമെന്ന് പറയുന്നത്. CPM സംസ്ഥാനത്തെയോ പാർട്ടിയോ അദ്ദേഹം തള്ളി പറയുന്നില്ല. പ്രാദേശിക ഘടകത്തിലെ ജില്ലാ ഘടകങ്ങളെ മാത്രമാണ് അദ്ദേഹം കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നത്. പിണറായി വിജയനെ അദ്ദേഹം പുകറ്റി പറയുകയും ചെയ്യുന്നുണ്ട്. പിണറായി 3ാം തവണ മുഖ്യമന്ത്രിയായാൽ സന്തോഷമുണ്ട് എന്ന് അദ്ദേഹം എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. അതായത് ഒരു സമവായത്തിനുള്ള സാധ്യത അദ്ദേഹം പൂർണ്ണമായും അടയ്ക്കുന്നില്ല എന്ന് തന്നെയാണ്. അപ്പോൾ പിണറായി വിജയൻ എന്ത് നിലപാടെടുക്കുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും നിർണായകമാവുകയും ഏറ്റവും പ്രസക്തമാവുകയും ചെയ്യുന്നത്. ഒരു പക്ഷേ ഒരു ഇടപെടൽ അവസാന നിമിഷമെങ്കിലും പാർട്ടി നേതൃത്വത്തിൽ ഒരു ഇടപെടൽ ഉണ്ടായി ജി സുധാകരനെ അനുനയിപ്പിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. അതല്ല അദ്ദേഹത്തിന്റെ വഴിക്ക് പൊക്കോട്ടെ എന്നൊരു നിലപാടാണ് എടുക്കുന്നതെങ്കിൽ ഉറപ്പായും പാർട്ടി കനത്ത തിരിച്ചടി തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം അഴിമതി തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ജി സുധാകരനെ പോലൊരു മന്ത്രി, അദ്ദേഹത്തെ പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത, അദ്ദേഹത്തെ പോലുള്ള നേതാവിനെ ഉൾക്കൊള്ളാൻ കഴിയാത്ത പാർട്ടിയായി CPM അധപതിച്ചു എന്നൊരു ചോദ്യം ഉയരും. ഒപ്പം തന്നെ സൈബർ ഇടങ്ങളിലെ ആക്രമണങ്ങളാണ് ജി സുധാകരൻ അത്രയേറെ വേദനിപ്പിച്ചത്. അത്തരത്തിലുള്ള ആക്രമണങ്ങളെ അതിനെപ്പോലെ നിയന്ത്രിക്കാൻ പാർട്ടിക്ക് കഴിയാതെ വന്നോ? ഇതടക്കമുള്ള നിരവധി ചോദ്യങ്ങൾക്കാകും ഇനി വരുന്ന നാളുകളിൽ ഈ പ്രചാരണ വേളയിൽ ഉടനീളം CPM മറുപടി പറയുക. എന്തായാലും ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ നാളെ എന്നത് ഏറ്റവും നിർണായകമാണ്. ജി സുധാകരന്റെ വിഷയത്തിൽ CPM ഒരു സമവായത്തിനുള്ള സാധ്യത തുറക്കുമോ, അതോ ആ അധ്യായം പൂർണ്ണമായും അടയ്ക്കുമോ എന്നടക്കമുള്ള ചോദ്യങ്ങൾക്ക് ഇനി നാളെയാണ് ഉത്തരം ലഭിക്കുക. സ്വപ്ന, തീർച്ചയായും ജി സുധാകരൻ എന്ന കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ പുറത്തേക്കുള്ള ഈ ഒരു പോക്കിന് പക്ഷേ പാർട്ടി കൂടി കൃത്യമായ മറുപടി നൽകേണ്ടി വരും. പക്ഷേ അതിനേക്കാളൊക്കെ സർക്കാരിനെ ഒരു കുറ്റവും പറയാത്ത, പാർട്ടിയെ ഒരു കുറ്റവും പറയാത്ത, കമ്മ്യൂണിസ്റ്റ് ആദർശങ്ങൾ ഇനിയും പിന്തുടരുമെന്ന് പറയുന്ന ജി സുധാകരൻ എന്തു പറഞ്ഞ് തൻ്റെ സ്വത്തും അമ്പലപ്പുഴയിലെ ജനങ്ങൾക്ക് മുന്നിൽ എങ്ങനെ ന്യായീകരിച്ച് വോട്ട് ചോദിക്കുമെന്നൊക്കെയാണ് നമ്മളിനി കണ്ടറിയേണ്ടത്.